അപ്പൊ ഗൈസ് ഇഷ പറ ഇതെന്താ കൊട്ടാരാണോ അതോ പള്ളിയാണോ? വീടോ? പെട്രോൾ അടിക്കാൻ വേണ്ടിട്ട് ഡീസൽ അടിക്കാൻ വേണ്ടിട്ട് ഇതുണ്ടോ ഗൈസ്? എന്ത് വലിയ കൊട്ടാര ഗൈസ്. എന്റെ സ്വപ്നം അങ്ങനെ ഞാൻ നടത്താൻ പോവുകയാണ്. അപ്പം നമ്മളവിടെ എത്താനായിട്ടുണ്ട്. ഡീസൽ അടിക്കാൻ കയറിയാണ്. ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട് പെട്രോൾ പമ്പിന് തൊട്ടടുത്താണ് കളിച്ചത്. ഗൈസ് പെട്രോൾ പമ്പ് നിൽക്കുന്നു. നമ്മൾ അങ്ങോട്ടൊക്കെ പോവാൻ. ഇത് വലിയൊരു കൊട്ടാരം ആരോണോ പണിഞ്ഞു വെച്ചിരിക്കുന്ന പഠിച്ചോനെ. ഗൈസ് അങ്ങനെ നമ്മൾ വാങ്ങാൻ എത്തിയിട്ടുണ്ട് പെറ്റ് ഷോപ്പിൽ. ഗൈസ് അയ്യോ പെറ്റ് ഷോപ്പ് ബേക്കറി ആണെങ്കില് പെറ്റ് ഷോപ്പ് അതാ. എന്റെ എക്സൈറ്റ്മെന്റ് കൊണ്ട് ഞാൻ ഓടി പോവാണ് ഗൈസ്. കളർ കോഴിയൊക്കെ ഉണ്ട്. ഞാൻ അവസാനം തത്തേനെ കിട്ടിയെങ്കിൽ ഇതിന്റെ പേരാണ് ഇത്. അതിനെ നമ്മൾ വാങ്ങി. ബൈ. എനിക്ക് നല്ല വിഷമമായിട്ടുണ്ട്. ആളെ നമ്മളിങ്ങോട്ട് എടുത്ത് കഴിച്ചു. ആളിവിടെ വിഷമിച്ചിരിക്കുക. മുള്ളമ്പന്നിന്റെ വേറൊരു ടൈപ്പ് സാധനമാണെന്ന് അവർ പറഞ്ഞു. എന്താ 2 ഫുള്ളായിട്ട് ഇവിടെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. 2 പേര് തത്തകളുണ്ട്. ഞാൻ വേറൊരു സാധനം കാണിച്ചാൽ നല്ല പൂച്ചക്കുട്ടിയിട്ട് സോഫ്റ്റ് എനിക്ക് പേടിയാണ് ഇതിനോട് കളിക്കാൻ. ജസ്റ്റ് കളിച്ച് ഇണക്കി വളർത്തിയാണ്. എന്തായാലും ക്യൂട്ടായിട്ടുള്ള ഒരു ഫിഷിംഗ് ക്യാറ്റ് അതിൻ്റെ പാത്രത്തിൽ പോയി കിടക്കുന്ന മണ്ണുള്ള. ഇതിനോട് ഒരാളിവിടെ കളിക്കുന്നു ഗൈസ്. പിന്നെ ഇവിടെ ബേർഡ്സ് ഒക്കെ ഉണ്ട് ഗൈസ്. ഒരുപാട് ബേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബേർഡ്സ് ഉണ്ട് ഇവിടെ. ബേർഡ്സ് ആണ് ഇവിടെ അധികമായിട്ടും അവർ വിൽക്കുന്നത് ഗൈസ്. എനിക്ക് ഇതിനോടൊക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ സാഹചര്യം വെച്ചിട്ട് നമുക്കിതിനെ ഇതൊരാളിനോട് ഭയങ്കര ഇണങ്ങി ഗൈസ്. ഈയടാ നീ അങ്ങനെ